ഇന്ത്യയുടെ അതിർത്തിക്കടുത്തെത്തുന്ന ഒരൊറ്റ ശത്രു മിസൈലുകളോ ഡ്രോണുകളോ ഇനി ലക്ഷ്യം കാണില്ല. ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അവയെ നശിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ സൈന്യം. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഇത് വ്യോമ പ്രതിരോധ സംവിധാനമാണ്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന തദ്ദേശീയ മിസൈൽ സംവിധാനം സേനയിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രാലയം. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നത്. പകലും രാത്രിയിലും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന QRSM സംവിധാനം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ വിന്യസിക്കും. QRSM സംവിധാനത്തിന്റെ റഡാർ സമാനമായ മറ്റ് സംവിധാനങ്ങളെക്കാൾ ആധുനികമാണ്. ഇതിനു പുറമെ ലക്ഷ്യം കൃത്യമായി നിർണ്ണയിക്കാൻ ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസൈസ്, ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യുക തുടങ്ങിയ ശേഷിയും ഇതിനുണ്ട്. QRSM സംവിധാനത്തിന്റെ 3 റെജിമെന്റുകളാണ് സൈന്യത്തിൽ ഉൾപ്പെടുത്തുക. ഇതിനായി 30,000 കോടിയുടെ കരാർ ഉടൻ തന്നെ ഒപ്പിടും. ജൂൺ അവസാനം നടക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പൊതുമേഖലാ പ്രതിരോധ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ആൻഡ് ഡൈനാമിക്സുമായി ചേർന്നാണ് DRDO ഈ മിസൈൽ സംവിധാനം നിർമ്മിക്കുക. മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഇതിന് ആക്രമണങ്ങളെ ചെറുക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. എവിടെയെങ്കിലും സ്ഥിരമായി നിർത്തിയാണ് സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. QRSMന് ആ പരിമിതിയില്ല. അതിനാൽ സൈന്യത്തിന്റെ മുന്നേറ്റ നിരയിൽ ഇവയെ ഫലപ്രദമായി വിനിയോഗിക്കാനാകും. 30 കിലോമീറ്ററിനുള്ളിലുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കും. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനമായ ആകാശിനൊപ്പം QRSM കൂടി ചേരുന്നതോടെ വ്യോമാക്രമണങ്ങളെ തടയുന്നതിനുള്ള ശേഷി വർദ്ധിക്കും. ആകാശിന് 25 കിലോമീറ്റർ വരെയാണ് പരിധി. നിലവിൽ ഇന്ത്യക്ക് S-400 മിസൈൽ സംവിധാനം, ഇന്ത്യ ഇസ്രായേൽ സംയുക്തമായി വികസിപ്പിച്ച ബരാക് 8 മിസൈൽ സംവിധാനം എന്നിവയാണ് പ്രധാനമായും ഉള്ളത്. ഇതിനു പുറമെ സൈനികർക്ക് തോളിൽ വെച്ച് പ്രവർത്തിപ്പിക്കാവുന്ന IGLA-S വിമാനവേധ തോക്കായ L-70, തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇവയും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഈ സംവിധാനങ്ങളെ മറികടന്നും ശത്രുവിന്റെ മിസൈലുകളോ ഡ്രോണുകളോ എത്താം. അത് മുന്നിൽ കണ്ട് ഇന്ത്യ റഷ്യ വികസിപ്പിക്കുന്ന S-500ന് സമാനമായ കുഷ എന്ന പേരുള്ള ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനവും വികസിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം 6 കിലോമീറ്ററിൽ താഴെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ സിസ്റ്റം വികസനത്തിന്റെ ഘട്ടത്തിലാണ്. 25 മുതൽ 30 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ ശത്രു യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ തടയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉയർന്ന ചലനശേഷിയുള്ള QRSAM സംവിധാനത്തിന് ഈ മാസം അവസാനത്തോടെ സ്വീകാര്യത അനുവദിക്കുന്നത് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ കൗൺസിൽ പരിഗണിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വിക്ഷേപിച്ച തുർക്കി വംശജരായ ഡ്രോണുകളുടെയും ചൈനീസ് മിസൈലുകളുടെയും ഒന്നിലധികം തരംഗങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ നിലവിലുള്ള മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ ശൃംഖല പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സൈന്യത്തിന്റെ ഈ നീക്കം. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ വിവിധ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ DRDOയും സൈന്യവും നിരവധി QRSAM സംവിധാനങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. യുദ്ധകളത്തിൽ വ്യോമ പ്രതിരോധം നൽകുന്നതിനായി ടാങ്കുകൾക്കും കാലാൾപ്പട യുദ്ധവാഹനങ്ങൾക്കും ഒപ്പമുണ്ടാകും വിധമാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആർമി എയർ ഡിഫൻസിന് 11 റെജിമെന്റുകൾ QRSAM ആവശ്യമാണ്. അതേസമയം തദ്ദേശീയ ആകാശ സിസ്റ്റത്തിന്റെ റെജിമെന്റുകൾ ക്രമേണ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.